ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തംബ്നെയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു എരിവുള്ള കേക്കുമായിട്ടാണ് കേട്ടോ. എല്ലാവർക്കും മധുരമൊക്കെ കഴിച്ചിട്ട് ഒരുപാട് മടുത്തിട്ടുണ്ടാവില്ലേ? അപ്പോൾ സ്പൈസി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് സേമിയാണ് കേട്ടോ, വെർമിസെല്ലി. അപ്പം അതൊരു പാക്കറ്റിൽ ഒരു പകുതിയോളം ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 350 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഒട്ടിക്കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതവിടെ കിടന്നിട്ട് വേവട്ടെ. അതേസമയം തന്നെ നമുക്ക് ഇപ്പുറത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മളെ സേമിയ അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അത് വെന്ത് വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ ഞാനതവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാളയും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി ചോപ്പ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഈ ഒരു മസാല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമൂസ, കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ ഏത് മസാലയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു മസാല വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ സവാള നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ആ ഒരു പച്ച കുത്തലൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് സ്ലോ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ. ഇത്രയും മസാലകളാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. അത് എരിവിനനുസരിച്ചിട്ട് അത്യാവശ്യം കൂടുതൽ ഉണ്ടായിക്കോട്ടെ. കാരണം നമ്മൾ സേമിയ വേവിച്ച് ഊറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിലൊപ്പം കൂടി കണ്ടിട്ട് നന്നായിട്ടൊരു കുറച്ചധികം ഉണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മൾ സേമിയ ഊറ്റി വെച്ചത് ഇവിടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ആ മസാലപ്പൊടികളൊക്കെ ആ സേമിയയിലോട്ട് നന്നായിട്ട് പിടിച്ചെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ഒരു ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്. ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് അടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മല്ലിയില, എന്തെങ്കിലും കറിവേപ്പില അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഇത്തിരി ഗരം മസാല ലാസ്റ്റ് തൂക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കേക്ക് ആക്കി എടുക്കണം. നല്ല സ്പൈസി കേക്ക് ആക്കിയിട്ടാണല്ലോ നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം റംസാനിൽ മക്രോണി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അത് ഇത്രയും സ്പൈസി ആയിട്ടല്ല ചെയ്തിട്ടുള്ളത്, പക്ഷേ ഇത് നമ്മൾ അത്യാവശ്യം സ്പൈസി ആയിട്ടുണ്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു സേമിയ കൂട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആവശ്യത്തിന് ഒരു മുട്ടയും കൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 മുട്ട എടുത്തിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുന്ന സേമിയയുടെ അളവൊക്കെ അനുസരിച്ചിട്ടിരിക്കും മുട്ട കൂടുതൽ വേണോ കുറച്ച് മതിയോ എന്നുള്ളത്. അപ്പോൾ എനിക്കിത് കേക്കാക്കി എടുക്കേണ്ടത് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫില്ലിങ്സ് മറ്റു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മുട്ട ഞാൻ ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ നിങ്ങൾക്ക് 4 മുട്ട എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സൈഡിലേക്ക് ആക്കിയിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ വരുന്ന രീതിയിൽ ലെവൽ ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റിന് വേണ്ടി വരില്ല, അതിൻ്റെ മുന്നേ ഇതൊന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് തന്നെ ഒരു ബ്രെഡ് ചിക്കൻ ക്രീമി കേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതേസമയം തന്നെ ഞാനവിടെ മറ്റൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാന് നമ്മൾ സ്ലോയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും.
അപ്പോൾ നമ്മൾക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുന്ന സമയത്ത് ഇതാ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടാവും. ഇങ്ങനെ വിട്ട് വന്നാൽ മാത്രം നിങ്ങൾ മറിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒന്നാകെ പൊട്ടിപ്പോരും കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പിയൊക്കെ അറിയുന്നവരുണ്ടായിരിക്കും, ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും, എങ്കിൽ കൂടി അറിയാത്തവരായിട്ട് പുതുതായിട്ട് വരുന്നവർ, പുതുതായിട്ട് കുക്കിംഗ് പഠിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലോട്ട് അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഷേപ്പൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ ജസ്റ്റ് നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് മതിയായിരിക്കും. ആ സൈഡ് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി, എല്ലാ ഭാഗവും ഒന്ന് കുക്കായി കിട്ടിയതാണ്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്പൈസി ഈസി ആയിട്ടുള്ള ഒരു കേക്ക് എന്ന് പറയാം, പോള എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പേര് വിളിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. അതുപോലെ പുതുതായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.